ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തുനിഞ്ഞാൽ അതോടെ അമേരിക്കയുടെ ലോക പോലീസ് കളിയും തീരും. ഇറാന്റെ കൈവശമുള്ള ആയിരക്കണക്കിന് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളെയും ശവപ്പറമ്പാക്കാനുള്ള ശേഷിയുണ്ട്. ലോകത്ത് റഷ്യ, അമേരിക്ക, ചൈന, ഇന്ത്യ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ മാത്രം കൈവശമുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ഹൃദയം പിളർന്ന് ഇപ്പോൾ ആഴത്തിൽ പതിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്നും സ്വന്തമാക്കിയ സാങ്കേതിക വിദ്യയുടെ ഈ ശക്തിയിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഇപ്പോൾ കിടുങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ വഴി ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിന്റെ പൊടി പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റി ഇറാനെ ആക്രമിക്കുമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നതും. സ്വന്തം പാർട്ടിക്ക് അകത്തും അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും ട്രംപ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയുടെ ചരിത്രം തന്നെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ പിന്നിൽ നിന്നും കളിച്ച് ഇറാനെ ആക്രമിക്കുന്ന അമേരിക്ക ഇനി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ വൻ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക. അതിലൊന്ന്, 10,000-കണക്കിന് അമേരിക്കൻ സൈനികർ ഇറാനുമായി ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തീർച്ചയായും കൊല്ലപ്പെടും. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലും ഇറാൻ കടലിൽ മുക്കും. പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ 1,00,000 സൈനികരുടെ ശവപ്പറമ്പായാണ് ഈ മേഖല മാറുക. ഇറാനിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയും ചൈനയും ഇറാനായി രംഗത്തിറങ്ങുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കാര്യങ്ങൾ കൈവിട്ട് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് അർത്ഥം. ഇപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു. ഇറാൻ ഹോർസ്മുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞാൽ അതോടെ ലോക വ്യാപാരവും സ്തംഭിക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെ അവിടെയുള്ള അമേരിക്കൻ താവളങ്ങൾ വലിയ സുരക്ഷാ ഭീഷണിയാകാൻ പോകുന്നതും ഇനിയാണ്. കാരണം ഇറാനെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ അമേരിക്ക ഉപയോഗപ്പെടുത്തിയാൽ ഈ താവളങ്ങൾക്ക് നേരെ ഉറപ്പായും ഇറാൻ ആക്രമണം നടത്തും. ഇതും ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ സൃഷ്ടിക്കുക. ഷിയ സുന്നി ഭിന്നതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ സകല ഇസ്ലാമിക വിശ്വാസികളുടെയും പിന്തുണ ഇറാനാണ്. ഒരു കാലത്തും ഇറാന് ലഭിക്കാത്ത ഈ പിന്തുണ തരംഗമായാണ് സോഷ്യൽ മീഡിയയിലും പടർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പലസ്തീനികൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇസ്ലാം മത വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേലിനൊപ്പം അമേരിക്ക ചേരുന്ന നിമിഷം അമേരിക്കയെ തള്ളിപ്പറയാൻ അറബ് രാജ്യങ്ങളും നിർബന്ധിതരാകും. അതല്ലെങ്കിൽ അതിന് തയ്യാറാകാത്ത രാജ്യങ്ങളിലെ ജനത തന്നെ ഭരണകൂടത്തിന് എതിരായി മാറും. ഒരു സാധ്യതയും ഇക്കാര്യത്തിൽ തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇറാനെ ആക്രമിക്കുന്നവർ മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്നവരും ഇറാന്റെ ടാർഗറ്റായി മാറും. ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കാൻ മടിക്കാത്ത വീര്യം ഇറാൻ ഉണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ മറ്റൊന്നും തന്നെ ഒരു തടസ്സവുമല്ലെന്നതും ഓർക്കുന്നത് നല്ലതായിരിക്കാം. അമേരിക്ക ഇസ്രായേലിനൊപ്പം കൂടി ഇറാനെ ആക്രമിക്കുന്നതോടെ മറ്റൊരു വിയറ്റ്നാം ചരിത്രം കൂടിയാണ് ആവർത്തിക്കാൻ പോകുന്നത്. ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്കും കഴിയുകയില്ല. ആ രാജ്യത്ത് ബോംബുകൾ വർഷിച്ച് വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും പോരാളികളായ ആ ജനതയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന വിലയിരുത്തലുകളാണ് വരുന്നത്. ഭൂമിശാസ്ത്രപരമായി തന്നെ പ്രകൃതി നൽകിയ സുരക്ഷാ കവചമുള്ള രാജ്യമാണ് ഇറാൻ. വിയറ്റ്നാം അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായ മോഡൽ മലകളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യത്തേക്ക് അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ ചോരപ്പുഴയാണ് ഒഴുകുക. ഇറാൻ സൈന്യത്തെ മാത്രമല്ല, പേർഷ്യൻ പോരാട്ട വീര്യം ഇന്നും സിരകളിൽ പടരുന്ന ആ രാജ്യത്തെ ജനങ്ങളെയും അമേരിക്ക ഭയക്കുക തന്നെ വേണം. ഭൂഗർഭ അറകളിലെ ഇറാന്റെ മിസൈൽ ശേഖരത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന് ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തോടെ തന്നെ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞതിനാൽ ഇനി എന്തൊക്കെ ആയുധമാണ് ഇറാന്റെ ആവനാഴിയിൽ ഉള്ളതെന്നും ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾക്കും അപ്പുറം ഇസ്രായേലിന്റെ അടിവേര് തകർക്കുന്ന ആക്രമണങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം മാത്രമല്ല തകർത്തിരിക്കുന്നത്, അമേരിക്കയുടെ താഡ് ഉൾപ്പെടെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിട്ടാണ് ഇസ്രായേലിൽ പതിച്ചിരിക്കുന്നത്. മൊസാദിന്റെ ആസ്ഥാനം ഉൾപ്പെടെയാണ് കത്തിച്ചാമ്പലായിരിക്കുന്നത് എന്ന വിവരവും വന്നിരുന്നു. ടെഹ്റാനെ ശവപ്പറമ്പാക്കി മാറ്റാൻ ഇറങ്ങി തിരിച്ചവർ ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യമല്ലായിരുന്നുവെങ്കിൽ 10,000-കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെടുമായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയാൻ തയ്യാറാകണം എന്ന രീതിയിലാണ് നിരീക്ഷകർ മുന്നോട്ട് വരുന്നത്. ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 3യുടെ 11ാം തരംഗമാണ് തങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത-1 മിസൈലുകളുടെ ഉപയോഗത്തെ ഇറാൻ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നതും. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 5-ൽ സഞ്ചരിക്കാൻ കഴിയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് ഫതഹ.
വിജയ് എന്ന അർത്ഥം വരുന്ന ഫത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ശേഷിയുള്ളവയാണ്. 2023 ജൂണിലാണ് ഇറാൻ ഫത മിസൈലുകൾ പുറത്തിറക്കിയത്. 1400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് പലതരം പോർമുനകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇസ്രായേലിന്റെ ആരോ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചുകയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മിസൈലാണിത്. നൂതന കബളിപ്പിക്കൽ കഴിവുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജനവും ഇതിനുണ്ട് എന്ന് ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങളും അവകാശപ്പെടുന്നു. റഷ്യൻ സഹായത്തോടെ ഇറാന്റെ ആയുധ ശേഖരത്തിൽ മറ്റു പലതരം അപകടകാരികളായ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും അനവധിയുണ്ട്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത്. ഇതിൽ 20-ലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. ഷഹാബ് 1, ഷഹാബ് 2, ഗിയാം 1, ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ ഹോർമുസ് സീരീസ് ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചിലതാണിത്. അമേരിക്ക കൂടെ രംഗത്തിറങ്ങുന്നതോടെ ഒരേ സമയം ലോകത്തെ 2 വൻ ശക്തികളുമായാണ് ഇറാന് ഇനി ഏറ്റുമുട്ടേണ്ടി വരിക. ഇതിൽ ഒരു ആശങ്കയും ഇറാൻ ഇല്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനി തുറന്നടിച്ചിരിക്കുന്നത്. ഖമേനിക്കെതിരായ ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ വന്ന ഈ പ്രതികരണവും അമേരിക്കയെ സംബന്ധിച്ച് നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയതും.